വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ മീൻ പൊടിച്ചതാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഉണക്കയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ നല്ല ചൂടൻ ചോറിൻ്റെ ഒപ്പം അതുപോലെ തന്നെ ചൂട കഞ്ഞിയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഉണക്കയിലാണ് എടുത്തേക്കുന്നത്. ഇത് ചുമ്മാ ഒന്ന് ഞാൻ കഴുകി എടുത്തതാണ്. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് നമുക്കൊരു 5 മിനിറ്റ് വരെ മൂടി വെക്കണം. ഇത് നമ്മളിങ്ങനെ മൂടി വെക്കുമ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ മീനിൻ്റെ മുകളിലുള്ള അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് മുള്ളിൽ നിന്ന് ഈ മീൻ നമുക്ക് വേറിട്ടെടുക്കാൻ പറ്റും പെട്ടെന്ന്. അപ്പോൾ നമുക്കിത് 5 മിനിറ്റ് വരെ മൂടി വയ്ക്കാം. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കൈ കൊണ്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ അഴുക്കൊക്കെ പൊക്കോളും. എനിക്ക് തല കൂടെ ഒന്ന് കളഞ്ഞാൽ ഇനി നമുക്ക് ഈ മുള്ളിൽ നിന്ന് നമുക്കിതൊന്ന് വിടിയിച്ചെടുക്കണം. ഇപ്പോൾ ഈ തിളച്ച വെള്ളത്തിൽ ഇട്ട കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് വിട്ട് കിട്ടും. ഉണ്ടോ? അപ്പോൾ അത് നമ്മൾ 2 മീനിൻ്റെയും മുള്ളൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സാധാരണ പച്ചവെള്ളത്തിൽ നമുക്കൊരു അരമണിക്കൂർ ഇട്ട് വെക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ ഉപ്പൊക്കെ ഉള്ളത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിടുന്നത്. അപ്പോൾ നമുക്കിത് അരമണിക്കൂർ നമുക്കിത് വെള്ളത്തിലിടാം. അപ്പോൾ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് എടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. ഇതിൽ തൊലിയെല്ലാം പോയി നല്ലോണം വൃത്തിയാക്കി വെച്ചതാണിത്. പിന്നെ നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്. അതൊരു 10 ചുവന്നുള്ളി ചതച്ചെടുത്തതാണ്. പിന്നെ എരിവിന് ആവശ്യമായ ചതച്ച മുളകാണിത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. കുറച്ച് വെളിച്ചെണ്ണ മതി നമുക്ക്. നമുക്കിതൊന്ന് ചീനച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. മീൻ നല്ലോണം പൊടിഞ്ഞു വരണം. നമുക്കിത് ഒരുവിധം വേവാകുമ്പോൾ നമുക്കിതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇടാം. ഈ മീനിൻ്റെ ഒപ്പം ഉള്ളിയും കൂടെ കിടന്നൊന്ന് വേവട്ടെ. ഈ മീനും ഈ ഉള്ളിയൊക്കെ ഒന്ന് വേവുന്ന വരെ ഇങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ മീനൊക്കെ നല്ലോണം പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ പിന്നെ മിക്സിയിലിട്ട് അടിക്കേണ്ടി വരില്ല. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് ചേർത്ത് കൊടുക്കാം. ചതച്ച മുളക്, എരിവിന് ആവശ്യത്തിന് ചതച്ച മുളക് ചേർത്ത് കൊടുക്കണം. ഇതും ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി എടുത്താൽ മതി. നമുക്ക് ഇച്ചിരി തീ ഒന്ന് കൂട്ടി വയ്ക്കാം.
ഇതിന് ഒരുപാട് വെളിച്ചെണ്ണ ആവശ്യമില്ല, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ മീനിട്ട് ഇളക്കുമ്പോൾ നല്ലവണ്ണം പൊടിഞ്ഞു വരും അത്. അപ്പോൾ നമ്മുടെ മീൻ പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റട്ടെ. അപ്പോൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് മീൻ പൊടിച്ചത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്